ഗന്ധർവന്മാരുടെ ജലക്രീഡ സമയത്താണ് ജലാശയങ്ങളുടെ സമീപത്ത് എത്തിച്ചേരുന്നത്. ഗന്ധർവരാജനായ ചിത്രസേനൻ തന്റെ പത്നിമാരോടൊത്ത് തീർത്ഥസ്നാനം ചെയ്തുകൊണ്ടിരിക്കെ ദുഷ്ടന്മാരായ ദുര്യോധന ദൂതന്മാർ തീർത്ഥജലത്തിൽ വിഷം കലക്കാൻ അയക്കുകയും അവരുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയ ചിത്രസേന ഗന്ധർവൻ ദുര്യോധനാദികളോട് യുദ്ധം ചെയ്യുകയും തുടർന്ന് അവരെ തന്റെ പേരിൽ കെട്ടിക്കൊണ്ട് സ്വർഗ്ഗലോകത്തേക്ക് യാത്രയാവുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഒട്ടും തന്നെ നാണമില്ലാത്തവരായ കൗരവന്മാർ അനുജ, അർജുന, ജ്യേഷ്ഠ, ദുര്യോധന എന്ന് വിളിച്ചുറക്കെ കരുതുകയും ഇത് കേട്ട യുധിഷ്ഠിരൻ തന്റെ അനുജന്മാരെ രക്ഷിക്കണം എന്ന് ഭീമനോടും അർജുനനോടും പറയുകയും അവരെ ഗന്ധർവന്മാരിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്ത പാർത്ഥനും ഭീമനും ചിത്രസേനൻ തങ്ങളുടെ ബന്ധുവാണെന്നും തങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത് മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഘോഷയാത്രാ കഥയുടെ ചുരുക്കം. എന്നിവിടെ അവതരിപ്പിക്കുന്ന ഭാഗം ചിത്രസേന ഗന്ധർവൻ ദുര്യോധനന്മാരെ കെട്ടിക്കൊണ്ട് ആകാശമാർഗ്ഗ യാത്ര ചെയ്യുന്ന സമയത്ത് ഭീമനും അർജുനനും ചേർന്ന് അവരെ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നതുള്ള ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ കലാമണ്ഡലം ശർമിള, എന്നോടൊപ്പം മൃദംഗം ശ്രീ കലാമണ്ഡലം രാജീവ് സോന, വായ്പാട്ട് ശ്രീമതി കലാമണ്ഡലം കവിത ഗീതാനന്ദൻ, ഇടയ്ക്ക ശ്രീ കലാമണ്ഡലം സരൺ. ഏവരെയും ഈ ഒരു അവതരണത്തിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.